to this computer. Okay. Okay. ടീച്ചേഴ്സ്, നമ്മളെ ഡേ 7ലാണ് നിൽക്കുന്നത്. ഡേ 7ൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന, മെയിനായിട്ട് നോക്കുന്ന ടീച്ചിങ് മാനുവൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ടീച്ചിങ് മാനുവൽ മുന്നേ നമ്മൾ ഡേ 2 തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ചൊരു സാമ്പിൾ ആയിട്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പിന്നീട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഇന്നായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. നമുക്ക് കുറച്ച് പ്രോംപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ടീച്ചിങ് മാനുവലിന്റെ ആണ്. ഓക്കെ. അതിനകത്ത് പർട്ടിക്കുലറിലെ ചില കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നതാണേ. ഓക്കെ. ഞാൻ ക്ലൗഡ് AI എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ക്ലൗഡ് AI ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് ക്ലൗഡ് AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്ത് പറ്റി? ക്ലൗഡ് വരുന്നില്ല. ചാറ്റ് GPT ആണ്, അത് വെറുതെയല്ല. ക്ലൗഡ് ക്ലൗഡ് ഇവിടെ പോയി നീ ക്ലൗഡ്. ഇവിടെ ഇതാണ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു AI ടൂള്. ഇതിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ക്ലൗഡിൽ ലോഗിൻ ചെയ്യാം. ക്ലൗഡ് അല്ല, സോറി, ക്ലോഡാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ക്ലോഡിൽ ലോഗിൻ ചെയ്യുക. ഈ ക്ലോഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ടുള്ള ചാറ്റ് GPTയേക്കാളും ജെമിനിയേക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. ഈ ചാറ്റിംഗ് പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇതൊക്കെ ഭയങ്കര ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ ഇതിനകത്താണ് നമ്മൾ ഒന്ന് പരിചയപ്പെടുന്നത്. അപ്പോ Claude.ai എന്ന് പറയുന്നതാണ് അതിന്റെ ലിങ്ക്, അതിന്റെ URL. അത് ക്ലാസ് റൂമിനകത്തോട് കൂടെ സേവ് ചെയ്യാം. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ക്ലാസ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടീച്ചേഴ്സ്? ഓപ്പൺ ആണ്. യെസ്, ഓപ്പൺ ആണ്. ആക്സസ് ചെയ്യാം. ഇപ്പൊ ഈ ക്ലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് കയറാൻ പറ്റും. സാർ അതിന് ക്ലോഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ക്ലൗഡ്? ഇല്ല. ക്ലൗഡ് വേണമെങ്കിൽ നമുക്ക് ആപ്പ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആ, ഇൻസ്റ്റാൾ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോ ഈ കാണുന്നതാണ്. ഞാൻ ഒരു സാധനം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അതിനകത്തുനിന്ന് ഒന്ന് എടുത്ത് വെച്ചിരുന്ന എളുപ്പമാണ്. അതാണ് നമ്മുടെ പ്രോംപ്റ്റ്. ക്ലാസ് റൂമിനകത്ത് അത് edit. ആ ആ അതനുസരിച്ച് റീഡ് ദ ഗിവൺ യൂണിറ്റ് ഫ്രം PDF, ക്രിയേറ്റ് വെരി ഷോർട്ട് യൂണിറ്റ് അബ്സ്ട്രാക്ട് ഫോർ പ്രൈമറി സ്റ്റുഡൻറ്. Start with the unit number, unit name, write 3 to 5 simple lines using easy words, focus only on main idea, keep sentence short and clear. അതല്ലല്ലോ. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കൊണ്ടിട്ട്
ഓക്കെ, ഈ കാണുന്നതാണ്. ഇതിനെ ഞാനിപ്പോൾ കോപ്പി എടുത്ത് സേവ് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടെ കിട്ടുമല്ലോ. ഇതാണ് ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവൽ. റീഫ്രഷ്. ഓക്കെ, ഇവിടെ വന്നില്ലല്ലോ. കോപ്പി പേസ്റ്റ് ചെയ്തു. കോപ്പി, കോപ്പി. കൺട്രോൾ. ഓക്കെ, 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 ഓക്കെ. സേവ്, സേവ് ചെയ്തു. എന്ത് സംഭവം? സേവ് ചെയ്യുമ്പോൾ കാണിക്കും. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ എന്താണ് സംഭവം, മനസ്സിലാവുന്നില്ല. ഡേയ്സ്. എനിവേ, അതിന് നമുക്ക് അധികം സമയം കളയണ്ട. ഞാൻ നമ്മുടെ ക്ലാസ് റൂമിനകത്തോട്ട് ഞാൻ ഇട്ടുതരാമേ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രോംപ്റ്റ്. നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇടുകയാണ്. B2 ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് റൂം റെഡിയാക്കാം. തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഈ ഇത്രയും പ്രോംപ്റ്റ് നമ്മൾ പിക്ക് ചെയ്യാം. ഈ കാണുന്ന അത്രയും പ്രോംപ്റ്റ് പിക്ക് ചെയ്ത്, ഇത് ഇത്രയും ടിപ്സ് വേണ്ട, ഇത്രയും മതി. ഇത്രയും പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് ക്ലോഡിൽ വരിക, ന്യൂ ചാറ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അതിനകത്ത് എന്താണ് പറയണതെന്ന് നോക്കാം. ഇതിപ്പോ ഇങ്ങനെ കൊടുത്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂണിറ്റ് വേണം. യൂണിറ്റും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഞാൻ യൂണിറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. യൂണിറ്റും കൂടെ ഇട്ട് തരാം. യൂണിറ്റും കൂടെ ഇട്ട് തരാം. പ്ലസ് ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ്സ് എടുത്ത് ഡൗൺലോഡ്സിനകത്ത് ഡെസ്ക്ടോപ്പ് ബി എസ് ടി കോഴ്സ് ഡേ 7 സ്റ്റാൻഡേർഡ് 4 4ാം ക്ലാസ്സിന്റെ മലയാളം ഉണ്ട്. ഇതിപ്പോ ഇംഗ്ലീഷാണ്. ഈ യൂണിറ്റ് ഇത് ഇത്രയും കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും കട്ട് ചെയ്ത് നമ്മളെ യൂണിറ്റ്, നമ്മുടെ ആവശ്യത്തിനുള്ള യൂണിറ്റ് മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും? ഒരു ടീച്ചിങ് മാനുവൽ വരും, ഒരു നമ്മുടെ ഹാൻഡ് ബുക്ക് വരും, പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് മാത്രം ഒന്ന് ഇത് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇടാം. ഇത് 2ാം ക്ലാസ്സിന്റെ ആണ്, സ്റ്റാൻഡേർഡ് 2 ആണ്. യൂണിറ്റ് 2. എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാനായിട്ടാണ്. ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ഫയൽസ് കൊടുത്ത് ഈ 3 മാക്സിമം കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള മാത്രം എടുത്തു. ഇംഗ്ലീഷ് യൂണിറ്റ് 3 ഓപ്പൺ കൊടുക്കുമ്പോൾ 3 അവിടെ ഓപ്പൺ അപ്ലോഡ് ആവും. ഇത്തിരി സമയം പിടിക്കും. പ്രോഡിൽ റിസൾട്ട് കിട്ടാൻ ഇത്തിരി സമയം പിടിക്കും, പക്ഷെ കിട്ടുന്നത് ഒരു ഫാന്റാസ്റ്റിക് ആയിരിക്കും. യെസ്, 3 വന്നിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേക്കണമെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാലോ.
I'm a teacher working under the SCRT Kerala syllabus. I have uploaded three documents: the student textbook, the teacher handbook, and a reference teaching manual. Based on these three documents, please create a comprehensive teaching manual for this unit, a subject. അതിനെ നമുക്ക് ദിസ് യൂണിറ്റ് എന്ന് പറഞ്ഞ് മാത്രം മതി. ഉം. പിന്നെ അതിനകത്ത് ഓവർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. സബ്ജക്റ്റ്, ക്ലാസ്, സ്റ്റാൻഡേർഡ്, യൂണിറ്റ് നെയിം അത് അതിനകത്ത് വരണം. പിന്നെ ഓവർവ്യൂ വേണം, കണ്ടന്റ് സമ്മറി വേണം, ലെസൺ പ്ലാൻ വേണം, ടീച്ചിങ് സ്ട്രാറ്റജീസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ, ക്വസ്റ്റ്യൻസ്, ഇവാലുവേഷൻ, അസസ്മെന്റ്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ കട്ട് ചെയ്ത് കളയണം. ഓക്കെ. സപ്ലിമെന്ററി റിസോഴ്സസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ യൂണിറ്റ് നെയിം, എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് സി, കേക്ക് ലെസൺ നമ്പർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 സ്ലാഷ് ഔട്ട്. ഓക്കെ. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ എല്ലാം അപ്ലോഡ് ആയി കഴിഞ്ഞല്ലോ, ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെസൺ പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. ഇത്തിരി സമയം കൊടുക്കണം. ഇത് ഏത് യൂണിറ്റിന് വേണ്ടി വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. ആൻഡ്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ക്ലോഡ്. പ്രൊഫഷണൽ ആയിട്ടൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു, കൂടുതൽ ആശ്രയിക്കുന്ന ക്ലോഡാണ്. ഇത് നമ്മൾ ചാറ്റ് ജി പി ടിയും ക്ലോഡും കൂടെ കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുക. കുറെ കാര്യങ്ങൾ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ എളുപ്പമാണ്, കുറെ കാര്യങ്ങൾ ക്ലോഡിലാണ് ചെയ്യാൻ നല്ലത്. ക്ലോഡിൽ ഇതുപോലെ ഒത്തിരി സമയം പിടിക്കും റിസൾട്ട് കിട്ടാനും. ഇങ്ങനെ സമയം ഇങ്ങനെ എടുക്കും, പക്ഷെ കിട്ടുന്നത് നല്ലൊരു ഫൈനാണ്. ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ക്ലോഡിനടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ, ബിഫോർ ദാറ്റ് ആസ്ക് 10 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടീച്ചിങ് മാനുവൽ. ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവലിനെ ആയിട്ട് ബന്ധപ്പെട്ട എന്നോട് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആവുന്നത്. കാരണം ഒരാൾ ഒരു ജോലി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതിന് മുമ്പേ ആ ജോലിയെ കുറിച്ച് നമ്മളോട് ചോദിക്കണം കുറേ ക്വസ്റ്റ്യൻസ്. അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ AI നമ്മളോട് ചോദിക്കുന്നോ അത്രയും നല്ലതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ കുറെ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഈ കാണുന്നത്. 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ക്ലാസ് സ്റ്റാൻഡേർഡ് ഈസ് ദിസ് ടീച്ചിങ് മാൻ, ഏത് ക്ലാസ്സിലത്തേക്ക്. അപ്പൊ ഞാൻ 2ാം ക്ലാസ്സിലെന്ന് പറഞ്ഞു. എന്ത് ടീച്ചിങ് മാനുവൽ ഡെലിവേർഡ് ഇൻ ഏത് ഫോർമാറ്റ് ആണ് ഞാൻ പറഞ്ഞു. മൈക്രോസോഫ്റ്റ് വേർഡ് ഫോർമാറ്റിൽ എനിക്ക് തന്നാൽ മതി. ഹൗ മെനി പീരീഡ് ഡസ് യുവർ സ്കൂൾ അലോക്കേറ്റ്, എത്ര പീരീഡ് ഉണ്ട് എന്ന്. ഹൗ മെനി പീരീഡ് ഡസ് യുവർ സ്കൂൾ അലോക്കേറ്റ് പെർ മോഡ്യൂൾ. ഒരു മോഡ്യൂളിൽ എത്ര പീരീഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു പീരീഡ് ആണ് കൊടുത്തത്, ഒന്നിൽ കൂടുതൽ കാണുമായിരിക്കും, 3ഒക്കെ വരുമല്ലോ. വിച്ച് സെക്ഷൻ ആർ മോസ്റ്റ്, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് അവർ നമ്മളടുത്ത് ചോദിക്കും. നമ്മളത് കൃത്യമായിട്ട് അതിന് ഉത്തരം കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് ഒരു ടീച്ചിങ് മാനുവൽ ഇവിടെ തയ്യാറാക്കി തന്നു. അതിനെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരു വേർഡ് ഫോർമാറ്റിൽ ഒരു നല്ലൊരു ടീച്ചിങ് മാനുവൽ തയ്യാറായി. ഇതാണ് എനിക്ക് തയ്യാറാക്കി തന്ന ടീച്ചിങ് മാനുവൽ. നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കണ്ടോ, ഹെഡിങ് ഒക്കെ കൊടുത്തു. അതിനകത്ത് എന്തൊക്കെയാ വന്നേ? SCRT കേരള സിലബസ്,
അതിൽ വേണ്ടാത്തൊക്കെ നമുക്ക് തട്ടിക്കളയാനും പറ്റും. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒന്നും വേണ്ട. അപ്പൊ അതിനെയൊക്കെ ഇങ്ങനെ കളഞ്ഞ് എഡിറ്റബിൾ, ഇനേബിൾ എഡിറ്റിംഗ്, എനേബിൾ എഡിറ്റിംഗ്, എനേബിൾ എഡിറ്റിംഗ്. ഓക്കെ. ഇപ്പോൾ വേണ്ടാത്തൊക്കെ എടുത്ത് കളഞ്ഞ് 31 മോഡൽ 1 പീരിയഡ് 45 മിനിറ്റ്സ് ഈച്ച്. ഓക്കെ. ഇങ്ങനെ ഇതിനകത്ത് ലേണിംഗ് ഔട്ട്കംസ്, ഇത്രയും ലേണിംഗ് ഔട്ട്കംസ് ആണ്. ഇത് നമ്മുടെ ഹാൻഡ് ബുക്കിൽ നിന്നും ടെക്സ്റ്റിൽ നിന്നും ഒക്കെ എടുത്ത് തന്നതാണേ. ഇൻപുട്ട് ഡിസ്കോഴ്സസ്, ഔട്ട്പുട്ട് ഡിസ്കോഴ്സസ്, മോഡ്യൂള്. നമുക്കിത് കുറച്ചും കൂടെ ഈ കേട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് ഇവിടെ കിട്ടിയിട്ട് ഒരു ചർച്ച പോലെ പോകണേ. എപ്പോഴും ഇത് കൂടുതൽ എഫക്റ്റീവ് ആവത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ അവിടെ ജനറേറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടുന്നു. ഇനി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട് അതിനകത്തെ. നമ്മള് ഇവിടെയാണ്, ഇതാണ് ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇവിടെ കണ്ടോ, തയ്യാറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വർക്ക് തീർന്നിട്ടില്ല. ടീച്ചിങ് ഒന്നുകൂടി മാനുവൽ. സ്റ്റെപ്പ് പറയാമോ? തീർച്ചയായും തീർച്ചയായും നമുക്കിത് ഒരിക്കൽ കൂടെ ചെയ്യാം. നമ്മള് സമയം എടുത്താലും നമുക്ക് കിട്ടുന്നത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ഇത് ഞാൻ ഇന്ന് ചെയ്തതാണ്, ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഒരു നല്ലൊരു ക്വാളിറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ചാറ്റ് ജി പി ടിയിൽ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് തരുന്നതല്ലേ. ഇതിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കൂടുതലായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സ്പിലോഡ് എലിഫന്റ്. ദിസ് ഈസ് ഗുരുവായൂർ കേശവൻ, ദ മോസ്റ്റ് ഫേമസ് എലിഫന്റ് ഇൻ കേരള. ആസ്ക് വാട്ട് കളർ. മറ്റത് വന്നോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഞാൻ ഇവിടെയായിരുന്നു ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടിയിരുന്നത്. എൻ്റെ അടുത്ത് 10 ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ള ഇതിൻ്റെ അകത്ത് വേണം കൊടുക്കേണ്ടത്. ഞാൻ ആ പ്രോംപ്റ്റും കൂടെ നിങ്ങളുടെ ഇതിനകത്തിട്ട് ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ ദാറ്റ്, ആസ് 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ട്രിക്കി ആയിട്ടുള്ള കേസ്. നമ്മൾ അതിനോട് പറയാം, ഇത് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്തു തരണം, എന്നോട് ചോദ്യം ചോദിക്കണം. അങ്ങനെയാണ് നമ്മൾ നല്ല റിസൾട്ടിലോട്ട് വരുന്നത്. ഒരു സ്റ്റോറി ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. എടുത്ത് ഓക്കെ, അത് വരട്ടെ വരട്ടെ വരട്ടെ. ഇത് ഇത് മറ്റൊരു ക്ലോഡിന്റെ മറ്റൊരു ബ്രൗസറിൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാം ഒന്നേന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോ രണ്ടിടത്ത് ഒരേ പ്രോസസ്സ് രണ്ടിടത്ത് നടക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ ഇത് പ്രസ് ചെയ്ത് നമ്മുടെ ഈ എല്ലാം ഫയലുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഡേ 7 PM. ഓക്കെ, ഇതെല്ലാ ഫയലുകളും ഞാൻ ഒരിക്കൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെ. യൂണിറ്റ് 1 കംപ്രസ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് അയച്ചു തന്ന സാധനമാണ്. ഓപ്പൺ ആക്കി കൊടുക്കണേ. നമുക്ക് കഴിവതും ടോക്കൺസ് കുറച്ച് തന്നെ വേണം നമ്മൾ കൊടുക്കാൻ. ടോക്കൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഓരോ വേർഡാണ്. ഈ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് പറയുന്നത് ഹൗ എന്നുള്ള ഒരു ടോക്കൺ ആണ്, ക്യാൻ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ആണ്, ഐ ഹെൽപ്പ്. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഫ്രീ ആണ് എങ്കിൽ പോലും നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കളയാം. അതുകൊണ്ട് കഴിവതും നമ്മളിപ്പം ശരിക്കും ഓവർലോഡാണ് കൊടുത്തേക്കുന്നത്. 3 PDF ഓവർലോഡാണ്. എടുക്കുമെന്ന് നോക്കട്ടെ. ഈ രണ്ടാമത് ഞാൻ ഓപ്പൺ ചെയ്ത ക്ലൗഡ് ഫ്രീ വെർഷനാണ്. ആദ്യത്തത് പെയ്ഡ് ആണേ. നമ്മൾ പറഞ്ഞത് എല്ലാം വേണ്ട, ഇത്രയും മതി എന്നാണ് പറഞ്ഞത്. ഫോർമാറ്റ് ഔട്ട്പുട്ട് സ്ട്രക്ചേർഡ്
പ്രിന്റ് വേണ്ട. ഓക്കെ, ഇത്രയും കോപ്പി എടുത്തു. ടിപ്സ് വേണ്ട. ടിപ്സ് നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ്. ഇതിനകത്ത് വീണ്ടും വന്നു. എവിടെ വന്നു? ക്ലൗഡിൽ വന്ന് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ക്ലൗഡിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഇങ്ങോട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ അവസാനമായിട്ട് വാട്സപ്പിനകത്ത് അതും കൂടെ അവസാനമായിട്ട് പേസ്റ്റ് ചെയ്ത് ഇതും മറ്റേതുപോലെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ ഈ പ്രോസസ്സ് ചെയ്ത് അതിന്റെ റിസൾട്ട് നോക്കാം. രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അഗ്രി ടു കീപ് ചാറ്റിംഗ്. നോട്ട് നൗ. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയണേ ഈ വെർഷനെ. അപ്പൊ എനിക്കിപ്പോ അപ്ഗ്രേഡ് ചെയ്യണ്ട. നോട്ട് നൗ. ഇത് ഫസ്റ്റ് വന്നതാണ് ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇത് ഏത് ക്ലാസ്സിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് 2. ഹൗ മെനി പീരീഡ്സ് പെർ വീക്ക് ഡു യു ഹാവ് ഫോർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എത്ര, ഒരു വീക്കിൽ എത്ര ദിവസം ഉണ്ട്? 3. വാട്ട് ഈസ് പ്രൈമറി ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ യുവർ ക്ലാസ് റൂം? മോസ്റ്റ്ലി മലയാളം ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. ഇംഗ്ലീഷ് ഓൺലി. അടാ ഇപ്പൊ ഇങ്ങനെ വന്നു. യു ഹാവ് ഹിറ്റ് യുവർ ലിമിറ്റ് ഫോർ ക്ലോഡ് മെസ്സേജസ്. ലിമിറ്റ് വിൽ റീസെറ്റ് അറ്റ് 12:20. എളുപ്പം കാലത്ത് എന്റെ ലിമിറ്റ് തീരുന്നു. അതിപ്പോ ഈ പറഞ്ഞത് നടത്തും. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്ന് ഏതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഈ റെഫറൻസ് ഉണ്ടല്ലോ, ഈ റെഫറൻസ് ഇത് മാത്രം അപ്ലോഡ് ചെയ്യും. ബാക്കിയുള്ള രണ്ടും കളഞ്ഞിട്ട് ഇത് മാത്രം, റെഫറൻസ് ടീച്ചിങ് മാനുവൽ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് ചെയ്താൽ ഈ ഇഷ്യൂ വരത്തില്ല. ഫ്രീ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ ടൈം പറയുന്നുണ്ട്. ഇനി എനിക്ക് അടുത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് 12:20-നാണ്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫ്രീ പ്ലാൻ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ആദ്യം കാണുന്ന, ഞാനത് ഇതിനകത്ത് കാണിച്ചു തരാം. ഈ ഇതായിരിക്കും ഇതായിരിക്കും ടീച്ചിങ് മാനുവൽ. ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. ഈ ടീച്ചിങ് മാനുവൽ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഈസ് ഓക്കെ. അപ്പൊ അതിന്റെ ഐഡിയയിൽ അത് ചെയ്തു തരും. ഇവിടെ എന്തായി? യുവർ പ്രീവിയസ് മെസ്സേജ് വാസ് സെൻഡ്, യു ക്യാൻ ട്രൈ അഗെയിൻ. എന്നോടൊപ്പം ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയൂ ആരെങ്കിലും. അവസാനത്തെ ലൈനിൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ. യുവർ മെസ്സേജ് വിൽ എക്സീഡ് ദി മാക്സിമം ഇമേജ് കൗണ്ട് ഫോർ ദിസ് ചാറ്റ്. ട്രൈ അപ്ലോഡിംഗ് ഓൺ ഡോക്യുമെന്റ് വിത്ത് ഫ്യൂവർ പേജസ്, റിമൂവിംഗ് ഇമേജസ് ഓർ സ്റ്റാർട്ടിംഗ് ന്യൂ കോൺവെർസേഷൻ. ഇനി ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പർട്ടിക്കുലറിനകത്ത് സെറ്റിങ്സ് എടുത്ത്
ഇതിന്റെ യൂസേജ് എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ചത് കാണാം. കറന്റ് സെഷൻ പകുതിയോളം ഉപയോഗിച്ചിട്ടുണ്ട്, 52%. അതെടുത്തത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് യൂസേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചത് കാണാൻ പറ്റും. അപ്പൊ 52% ആണ് ഞാൻ ഉപയോഗിച്ചത്. എനിക്ക് ഇത്രയും കൂടെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു അക്കൗണ്ടിൽ. ഇനി മറ്റതിനകത്ത് യൂസ് സെറ്റിങ്സ് എടുത്ത് യൂസേജ് എടുത്തു കഴിഞ്ഞാൽ യൂസേജ് ത്രൂ യൂസേജ് വരുന്നത്. എനിവേ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഇതിൽ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം. ക്ലോഡിന്റെ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം, എല്ലാം ക്ലോസ് ചെയ്തിട്ട്. കാരണം ഇനി എനിക്ക് ബാക്കി കിടക്കാനല്ലേ, കുറച്ച് കിടപ്പുണ്ടല്ലോ. പുതിയ ന്യൂ ചാറ്റ് എടുത്തിട്ട് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യണേ. ന്യൂ ചാറ്റ് എടുത്തു. ഏറ്റവും ഇപ്പം മിനിമം അതിന് ലോഡ് കുറച്ച് വേണം നമ്മൾ കൊടുക്കാൻ, ഒരുപാട് ലോഡ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫയൽസ് ഓഫ് ഫോൾഡേഴ്സ് കൊടുത്ത് ഈ ടീച്ചിങ് മാനുവൽ മാത്രം കൊടുത്ത് പ്രോംപ്റ്റ് മിനിമം പ്രോംപ്റ്റ് കൊടുത്ത് അതിനുശേഷം പിന്നീട് നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഐ എം എ ടീച്ചർ ഇത്രയും ഞാൻ കൊടുക്കുകയാണേ. കോപ്പി ചെയ്തു. ക്ലോഡ് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ദ ടീച്ചിങ് മാനുവൽ ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോവിങ് സെക്ഷൻസ് അത്രയും മാറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയുള്ള ആ പ്രോംപ്റ്റ് തന്നെ എടുത്തില്ല. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോംപ്റ്റ് മാത്രം വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വളരെ മിനിമലിസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെ. ഇനി ഇതിനെ ഇങ്ങനെ നിർത്തിയിട്ട് ചാറ്റ് GPT ഓപ്പൺ ആക്കി അതിൽ നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതവിടെ നടന്നോട്ടെ. പിന്നെ ചാറ്റ് GPT എടുത്ത് മലയാളം ചെയ്യുമ്പോൾ ജെമിനിക്കകത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അതിനകത്ത് നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. നമ്മൾ അതിനകത്തും ചെയ്യാൻ നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ പറ്റുള്ളേ, മൂന്നാമത്തത് അലോ ചെയ്യത്തില്ല. അതിനകത്ത് ഞാൻ കുറച്ച് ലാവിഷ് ആവുകയാണ്. മറ്റതിൽ പിഷിക്കും, ഇതിൽ ഇത്തിരി ലാവിഷ് ആവുകയാണ്. കോപ്പി കുറച്ച് ടോക്കൺസ് മാത്രമായി അതിനകത്ത് പേസ്റ്റ് ചെയ്യാണ്. PDF 2 PDF മാത്രമേ കൊടുക്കുള്ളൂ. ഹാൻഡ് ബുക്കും ഇതും കൊടുക്കാം. ഓപ്പൺ കൊടുത്തു. എന്നിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാൻ പറയണേ. നല്ല ക്ഷമ വേണം. അതിനടുത്ത് മെനക്കെട്ടിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ ഇതായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ ദാറ്റ് 10 ക്വസ്റ്റ്യൻ ആസ്ക് 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടീച്ചിങ് മാനുവൽ. ഇപ്പൊ ചാറ്റ് GPTയോട് ഞാൻ അങ്ങനെ തന്നെ ആവശ്യപ്പെടുകയാണ്. എന്നോട് 10 ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയണം. ബിഫോർ ഐ ക്രിയേറ്റ് SCRT സ്റ്റൈൽ. മറ്റതുപോലെ വല്ല സെറ്റപ്പ് ആയിട്ടൊന്നും അല്ല, ഇത് ഇങ്ങനെ 1 by 1 ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ ഈ 10 ചോദ്യം ഇങ്ങനെ എടുക്കുകയാണെ. 10 ചോദ്യം ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ കോപ്പി എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ആൻസർ മാത്രം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്റെ? വാട്ട് ഈസ് എക്സാക്ട് ക്ലാസ് സ്റ്റാൻഡേർഡ് ആൻഡ് സബ്ജക്ട്. അപ്പൊ അത് മാത്രം കട്ട് ചെയ്ത് കളയുക.
ഇതൊക്കെ കളയാം. സ്റ്റാൻഡേർഡ് ടു ഇംഗ്ലീഷ്. ഓക്കെ, ഐ ഡി മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് എക്സാക്ട് യൂണിറ്റ് നെയിം? ടിക്ക് ടിക്ക്. നമ്മൾ ക്ലോഡിലും ചാറ്റ് ജി പി ടിയിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഡു യു വാണ്ട് മാനുവൽ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്? മലയാളം ബൈലിംഗ്വൽ, മലയാളം പ്ലസ് ഇംഗ്ലീഷ്. മലയാളം പ്ലസ് ഇംഗ്ലീഷിന്റെ ആവശ്യമില്ലല്ലോ, ഇംഗ്ലീഷ് കിടക്കണം. വിച്ച് ഫോർമാറ്റ് ഡു യു പ്രിഫർ ഫോർ ദി ഫൈനൽ ഡോക്യുമെന്റ്? ഡീറ്റെയിൽഡ് എസ് സി ആർ ടി സ്റ്റൈൽ, മാനുവൽ, കോമ്പാക്ട്, ടീച്ചർ ഹാൻഡ് ബുക്ക് സ്റ്റൈൽ, ആക്ടിവിറ്റി കോമ്പാക്ട്, ടീച്ചർ ഹാൻഡ്. ഡീറ്റെയിൽഡ് എസ് സി ആർ ടി മോഡൽ ഇരിക്കട്ടെ. ഹൗ മെനി പീരീഡ് ഷുഡ് ബി പ്ലാൻ ഫോർ ദ യൂണിറ്റ്? 20 പീരീഡ്സ്. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഷുഡ് ഐ ഇൻക്ലൂഡ് ഐ സി ടി ഇന്റഗ്രേഷൻ, എ ഐ ടൂൾസ്? നമുക്ക് മൾട്ടി കൊടുക്കാം. ഐ സി ടി ഇന്റഗ്രേഷനും എ ഐ ടൂൾസിന്റെ ആവശ്യം ടീച്ചിങ് മാനുവൽ വരും. ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചെയ്യാം. ഡിജിറ്റൽ ആക്ടിവിറ്റീസ് ആവശ്യമില്ലാത്ത ക്യു ആർ വർക്ക്ഷീറ്റുകൾ വരാം. അസസ്മെന്റ് റൂബ്രിക്സ്, ആവറേജ് സ്പീഡ് കൂട്ടുകയാണേ. ഇതിനൊന്ന് ഗെയിംസ് വരട്ടെ, ഗെയിംസ് ഒക്കെ വരട്ടെ. ഫ്ലാഷ് കാർഡ്, പോസ്റ്റേഴ്സ് ഒക്കെ വരട്ടെ. ടീച്ചിങ് കാർഡ്, പി ഡി എഫ്, പ്രിന്റബിൾ, ഫോർമാറ്റഡ് മാനുവൽ, ക്യാൻവാസ് സ്റ്റൈൽ, വിഷ്വൽ, സിമ്പിൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഒന്നും വേണം. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുകയാണെ ചാറ്റ് ജി പി ടിയിൽ. ആ 10 ക്വസ്റ്റ്യൻ തന്നു. 10 ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്ത്, എന്നിട്ടാണ് ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത്. ചോദ്യം ചോദിക്കാൻ കാരണം ഞാൻ താഴെ ഈ ഒരു ലൈൻ, ഏറ്റവും താഴെ നമ്മുടെ അവസാനം ഞാൻ പേസ്റ്റ് ചെയ്ത ലൈൻ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ചാറ്റ് ജി പി ടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും പണി. എന്തുകൊണ്ടാണ് ക്ലൗഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ടാണ്. റിസൾട്ട്, ഞാൻ ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ക്ലൗഡിന്റെ ഒക്കെ. മറ്റേ ഈ പ്രോ പ്ലാൻ ഒക്കെ എടുക്കാൻ നിന്നാലേ നമുക്ക് അതിന് പകരം ചാറ്റ് ജി പി ടിയിൽ കൂടുതൽ എക്സ്പേർട്ടായി മാറിയ അതിന്റെ ആവശ്യമില്ല, ഇത് തന്നെ മതി. വെയിറ്റ്, ചാറ്റ് ജി പി ടി തൊടണ്ടായിരിക്കട്ടെ, തൊട്ട് കഴിയുമ്പോൾ ഹാങ് ആവും. ദേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. വിച്ച് ഡോക്യുമെന്റ് ഡിഡ് യു ആക്ച്വലി അപ്ലോഡ്? ഐ ക്യാൻ ഓൺലി സീ ദ ടീച്ചർ ടെക്സ്റ്റ് ഹാൻഡ് ബുക്ക്. അല്ലല്ലോ, ടീച്ചർ ടെക്സ്റ്റ് ഹാൻഡ് ബുക്ക് അല്ല. ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ടീച്ചിങ് മാനുവലാണ്. സാമ്പിൾ ടീച്ചിങ് മാനുവൽ. ഇങ്ങനത്തെ 4ാമത്തെ ഓപ്ഷൻ, ഇവർ തന്ന 3 നമുക്ക് ഒരെണ്ണം അടിക്കാനുള്ള ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ടേ. അതിനകത്താണ് ഞാൻ കൊടുത്തത്. വാട്ട് ഫോർമാറ്റ് ഡു യു വാണ്ട് ടീച്ചിങ്? ഈ ഡോക് ഡോക് എക്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് എനിക്ക് വേണ്ടത്. വിച്ച് മോഡ്യൂൾ ഷുഡ് ദ മാനുവൽ കവർ? ഓൾ 31, ഫുൾ യൂണിറ്റ്. വാട്ട് ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഡു യു വാണ്ട് നീഡ് ടു ഈച്ച് മോഡ്യൂൾ? ഫുൾ ഡീറ്റെയിൽ, ഓൾ ആക്ടിവിറ്റീസ്. Should the manual include ready-made teacher talk script? Yes, include full script. Do you want Kerala culture references and local exam? പിന്നെ അത് വേണം. Should the manual include differentiation strategies for slow advanced learner? പിന്നെ സ്ലോ ആയിട്ടുള്ളവർക്ക് യെസ്, ഫോർ എവരി ബോഡി. പോസിറ്റീവായിട്ട് കൊടുത്ത് പോയാൽ മതി. വിച്ച് ലാംഗ്വേജ് എലമെന്റ്സ് ഷുഡ് ഹാവ് സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻ?
മോഡ്യൂൾസ്, ആക്സിലറി, മൾട്ടി, ഇതൊക്കെ മൾട്ടി കൊടുക്കുക കേട്ടോ. പ്രൊനൗൺസ് എല്ലാം വരട്ടെ, എല്ലാം നമുക്ക് വേണം. നമുക്ക് 9 ക്വസ്റ്റ്യനെ, 10-9. ഷുഡ് ഐ ലേൺ എവിഡൻസ് ആൻഡ് അസസ്മെന്റ് ചെക്ക് പോയിന്റ് ബി ഇൻക്ലൂഡഡ്? ആ, ഷുഡ് ദ മാനുവൽ ഇൻക്ലൂഡ് മോഡ്യൂൾ വൈസ് ടൈം പ്ലാനർ? ഇരിക്കട്ടെ. യെസ് ടീച്ചേഴ്സ്, നമ്മളാണ് കേരളത്തിലെ ഏറ്റവും സ്മാർട്ട് ടീച്ചേഴ്സ്. നമ്മളെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മോഡലിലാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി എടുക്കുന്നത്. ഏറ്റവും നല്ല റിസൾട്ടാണ് ഇപ്പൊ തയ്യാറാക്കി വരുന്നത്. അതിനകത്ത് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത ഐഡിയകളൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ബെറ്റർ ആവാൻ പറ്റും. എനിക്ക് തയ്യാറാക്കി തന്നത് ഈ സമയം കൊണ്ട് നമുക്ക് നോക്കാം. ഇനി ചാറ്റ് ജി പി ടിയുടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അത് നമുക്ക് നോക്കണം. ഇതിനിടയിൽ എനിക്ക് കിട്ടിയത് ഒന്ന് നമുക്ക് നോക്കാം. അസസ്മെന്റ് ടാസ്ക്, ഹോംവർക്ക് ഉണ്ട്. 3 ഹോംവർക്ക് ആണ് തന്നിരിക്കുന്നത്. റൈറ്റ് 3 ഡിസ്ക്രൈബിംഗ് സെന്റൻസസ്. ഓക്കെ. പാഠം പഠിപ്പിക്കുന്നവർക്ക് ഈ ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിഗും സ്മോളും ഒക്കെ ആയിരിക്കും. സപ്പോർട്ട് ദ സ്ലോ ലേണേഴ്സ്. സ്ലോ ലേണേഴ്സിനുള്ള സാധനങ്ങൾ ഇതാണ് 3 അപ്പൊ ഇതൊക്കെ ഓരോ ദിവസം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് 3 വേണമെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് ചേർക്കാം. മോഡ്യൂൾ 7, എല്ലാത്തിന്റെയും വാമപ്പ് ആക്ടിവിറ്റി ഒക്കെ തന്നാണ് പോയിരിക്കുന്നത്. ആക്ടിവിറ്റി 2, മോഡ്യൂൾ 8, ഇത് ഇത്രയും സമയം പിടിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാണിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇങ്ങനെ ആയിരിക്കും വരിക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏർ ബുദ്ധിമുട്ട്, ഇത് ക്ലൗഡിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ ചെയ്യുക. പ്രോംപ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ ചാറ്റ് ജി പി ടി എന്തായാലും നോക്കട്ടെ. ആ, ചാറ്റ് ജി പി ടി 13ാമത്തെ പീരീഡ് എത്തി. വെരി ഗുഡ്. അവിടെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ, പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. ഫുള്ള് കൊടുത്തോണ്ടാണ് കുഴപ്പം. ഒരു കുറച്ച് പീരീഡ് കൊടുത്താൽ മതിയായി. ഉം. അല്ല, ഫുള്ള് ആ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരാൻ പറഞ്ഞില്ലേ? ക്ലോഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം ലിമിറ്റ് വേഗം കാണിക്കണം. ജസ്റ്റ് കാണിക്കും ചാറ്റ് ടീച്ചർ. ജിപിടി ആ അതെ, ഒരു രണ്ടും കൂടെ വെച്ച് നോക്ക് ചെയ്യാം. ഉം. 5 പീരീഡ് ഞാൻ ചെയ്ത് നോക്കി. ഉം. നമുക്ക് ഒരു ഒരു മോഡ്യൂൾ മാത്രം ചെയ്തു തരാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒക്കെ ചെയ്യാം. ഫുള്ള് കൊടുക്കണം. ഇത് ചെയ്യുമ്പോഴേ ഒരു മോഡ്യൂൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോ ഫുള്ള് കൊടുത്തോണ്ടാണ് പ്രശ്നം. നമുക്ക് ആദ്യം ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ അനലൈസ് ചെയ്ത് 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 മുന്നോട്ട് പോവാം. ചെയ്ത് നോക്കുന്നവരൊന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയണേ. ഞാൻ ചെയ്ത് കിട്ടിയ റിസൾട്ട് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ആ, അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയത് പോലെ തോന്നുന്നില്ല. ഉം. ചെയ്ത ഉടനെ നമുക്കത് ലിങ്ക് ഷെയർ ഉം. ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്കാണ്. ആ, ഈ നോക്കാം ടീച്ചർ ചെയ്തു വെച്ചത്. ടീച്ചർ ചെയ്തത് ഏതാണ് അപ്ലോഡ് ചെയ്തത്? ഇത് തന്നെ ടീച്ചിങ് മാനുവൽ തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് വന്നൊരു ഹാൻഡ് ബുക്കും ഒരു ടെക്സ്റ്റ് ബുക്കും കൊടുത്തത്. 2 കൊടുത്തു. ഓക്കെ ഓക്കെ.
ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ഉണ്ട്, ഒബ്സർവേഷൻ ചെക്ക് ലിസ്റ്റ്, ടീച്ചേഴ്സ് നോട്ട്, ഓരോരുത്തർക്കും ഒരു ചെറിയ ഇതേലും പീരീഡ് വൈസ് ലെസൺ പ്ലാൻ. ജസ്റ്റ് ഒരു 5 minutes ആ കൊടുത്തത്. യെസ് ഉം. യെസ്, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയത്. നമ്പർ ഓഫ് പീരീഡ്സ് 5. ആ ടീച്ചർ 5 periods എന്ന് കൊടുത്തോണ്ട് 5 periods ആണ് കിട്ടിയത്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആസ് പെർ SCRT. അപ്പൊ ഇതാണ് സംഭവം. നമ്മളിത് ഒരുപാട് വർക്ക് ചെയ്ത് നോക്കണം. ഒത്തിരി വർക്ക് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അതിന്റെ ആശയങ്ങൾ, ഐഡിയാസ് ഒക്കെ കിട്ടുള്ളൂ. പ്രോംപ്റ്റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന്റെ താഴെയായിട്ട് കൂടുതൽ പ്രോംപ്റ്റിങ് കൊടുക്കണം. എന്താണ് അടുത്ത മാറ്റം വേണ്ട. ഞാനിപ്പോ കൊടുത്ത താഴെയായിട്ട് അടുത്ത പ്രോംപ്റ്റിങ് എനിക്കിവിടെ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം യുവർ പ്രീവിയസ് മെസ്സേജ് വാസ് സെൻഡ്, യു ക്യാൻ ട്രൈ അഗെയിൻ. ChatGPT എന്തായി? അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞു. യെസ്, അത് കഴിഞ്ഞു. കൺക്ലൂഷനിലെത്തി. ഫസ്റ്റ് മുതലൊന്ന് നോക്കി വരാമേ. ആദ്യം മുതൽ SCRT കേരള ടീച്ചിങ് മാനുവൽ സ്റ്റാൻഡേർഡ് ടു ഇംഗ്ലീഷ് ഓവർവ്യൂ. ഓക്കെ, ലേണിംഗ് ഔട്ട്കം ഫുള്ള് വന്നിട്ടുണ്ട്. എന്നിട്ടുണ്ടാവും, ഇത്രയും കാണിക്കല്ലേ. എന്തൊക്കെയാണ് മെറ്റീരിയൽസ്? ഫ്ലാഷ് കാർഡ്സ്, ആനിമൽ. യെസ്, മതി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ കിട്ടി കേട്ടോ. ഡൗൺലോഡ് PDF ഇത് ചോദിക്കുന്നുണ്ട് ഏത് ഫോർമാറ്റിൽ ഡൗൺലോഡ്. ഞാൻ PDF ആക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ വന്നിടാമേ. സാറേ ഇത് സംഗ്രയിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു? യെസ്, അത് ഉറപ്പായിട്ട് പറഞ്ഞുതരാം. ഇതും കൂടെ മിക്സ് ചെയ്യില്ല, ഉറപ്പായിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് ഈ ടീച്ചിങ് മാനുവലുമായിട്ട് ബന്ധപ്പെട്ട് പോവാം. നമ്മുടെ ഈ അത് ക്ലാസ്സുകൾക്കിടയിൽ. ഇതുമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാലോ നമുക്ക്. ഏതാ? നമ്മുടെ ഈ PDF തന്നെ ഓരോ ഓ, സെക്ഷനായിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് സമഗ്രയിലേക്ക് അതെ ചെയ്യാലോ. അതെ 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 അതെ, കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമഗ്രയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ള ഒരു ക്ലാസ് വെച്ചിട്ടേ അത് രണ്ടോ മൂന്നോ ബാച്ച് ഒരുമിച്ചാക്കി ഒരു സെക്ഷൻ വെച്ച് നമുക്കത് നോക്കാം. ഇന്ന് ഇത് അതിന്റെ ഇടയിൽ ചേർത്ത് കഴിഞ്ഞാൽ മൊത്ത കാര്യം നടക്കില്ല. അപ്പൊ ഇതാണ് ഇതിനെ ഞാൻ എടുത്ത് നമ്മുടെ ഇതിനകത്ത് പ്ലസ് കൊടുത്ത് ഡോക്യുമെന്റ്സ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇതാണ്. പക്ഷെ ഇതിനകത്ത് വർക്ക് കംപ്ലീറ്റ് ആയില്ല. ഒരുപാട് സമയം നമ്മളിങ്ങനെ മെനക്കെട്ട് കണ്ടിരിക്കണം. ഒത്തിരി വർക്കുകൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കൂടുതൽ പോളിഷ് ചെയ്ത് മെച്ചപ്പെടുത്തി എടുക്കാം. അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഐഡിയകൾ നമുക്ക് കിട്ടും അതിനകത്തുനിന്ന്. ഇത് നിങ്ങൾ ഓരോ നിങ്ങൾ പഠിപ്പിക്കുന്ന യൂണിറ്റ് ഇതുപോലെ എടുത്തു വെച്ച് ചെയ്ത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോ ആദ്യം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയണം. നമ്മൾ ഈ ഡേ 7 ഡേ 8 എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പഠിച്ച ടൂളുകളെല്ലാം കൂടെ വെച്ച് ഒരു കമ്പൈൻ ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു B2 ഒരു പ്രോജക്റ്റ് പോലെ നമ്മൾ എടുത്ത് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ക്ലാസ്സിന്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ആണ്. ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഇംഗ്ലീഷോ മലയാളമോ മാത്സോ സയൻസോ ഏത് വേണമെങ്കിലും ആവാം. അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. എന്നിട്ട് ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ, ആ ഇമേജ് വരുന്ന ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത്
ഇപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞ ഒരു കുട്ടി ആ പാഠത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹിന്റ് തരുന്നതായിട്ട്, ഇന്ന യൂണിറ്റ് ഹെൽത്തിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പോസ്റ്റർ, നല്ല രസമുള്ള ഒരു പോസ്റ്റർ. പിന്നെ നോട്ടുകൾ, അതുമായിട്ട് ആ പാഠഭാഗത്തിന്റെ നോട്ടുകൾ അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും അതൊക്കെയായിരുന്നു മനസ്സിലാക്കി. നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു ക്ലോൺ വേർഷൻ, മറ്റൊരു പകർപ്പ് നമ്മൾ ഉണ്ടാക്കും. മുഴുവൻ നോട്ടും നമുക്ക് ഉണ്ടാക്കും, മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കണം. നമുക്ക് അധികം ദിവസങ്ങളില്ല, നമ്മളെ ബാച്ച് തീരുന്ന അവസാനത്തെ ദിവസമായിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് വാല്യുവേറ്റ് ചെയ്യുന്നത്, ഡേ 10. അപ്പൊ നിങ്ങൾക്ക് കുറേ സംശയം വരും. ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ക്ലാസ് എഴുതി വെക്കുക, ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുക, പണി തുടങ്ങുക. ഇന്ന് മുതലേ തന്നെ അങ്ങ് പണി തുടങ്ങുക. പോസ്റ്റർ തയ്യാറാക്കുക ഒന്ന്. രണ്ടാമത്തെ നോട്ടുകൾ, ആ യൂണിറ്റിന്റെ ഫുൾ നോട്ട്സ് തയ്യാറാക്കുക. നമുക്ക് ലേബറിന്റെയും മറ്റു ഈ ഇതൊക്കെ ഉപയോഗിക്കാം, മറ്റു ടൂളുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഗൈഡുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ മറ്റൊരു വെർഷൻ, നമ്മുടേതായിട്ടുള്ള സ്വന്തം വെർഷൻ, നമ്മുടേതായിട്ടുള്ള ഇമേജുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക. അതാണ് നോട്ട്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, എല്ലാ സബ്ജക്റ്റുകൾക്കും. സയൻസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ബാക്കിയുള്ള വിഷയത്തിനും പറ്റുമെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ട്, അതൊന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ, ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു AI വീഡിയോ തയ്യാറാക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും, എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അതിനെന്ത് ആർക്കെങ്കിലും പറയണമെന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പായി വരണം, നമ്മൾ സ്മാർട്ട് ടീച്ചേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഇതൊന്ന് മനസ്സിൽ വെച്ചോ. ഒന്ന് മുതൽ അതിന്റെ വർക്ക് തുടങ്ങിക്കോണം. നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഡേ 1 മുതൽ ഇതുവരെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച, 6 ദിവസങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ. ഈ പ്രോജക്റ്റ് ചെയ്തു വരുമ്പോൾ നമുക്ക് തെളിയാൻ പറ്റും. അപ്പൊ അതൊന്ന് ചെയ്യാം. പിന്നെ നമുക്ക് തന്നെ നമ്മളെ ഈ വാട്സാപ്പ്, നമ്മുടെ വാട്സാപ്പ്, ഈ എല്ലാവരും ഓലാപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണെ, സ്റ്റാൻഡേർഡ് 2, സ്റ്റാൻഡേർഡ് 2 അടിച്ച് ഞാൻ റാൻഡം ആയിട്ട് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. ഏത് സ്റ്റാൻഡേർഡിൽ പോയിരുന്നാലും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഈ ഇതിന്റെ ഏതുണ്ടെന്നോ, മുകളിലോട്ട് ഈ ടെലഗ്രാം ചാനൽ കാണാം. ഈ ടെലഗ്രാമിൽ കയറുക. ഈ ലിങ്ക് ഇല്ലേ, നമ്മൾ എല്ലാ ഓലാപ്പിന്റെ ഇതിനകത്തും ടെലഗ്രാം ഉണ്ട്. ആ ടെലഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ, ടെലഗ്രാം ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉള്ള എല്ലാ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും അതിനകത്ത് ടെലഗ്രാമിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2025 ജൂൺ മുതൽ മാർച്ച് വരെയുള്ള ടീച്ചിങ് മാനുവലുകൾ, മാസ്റ്റർ പ്ലാൻസ്, പല ഗ്രൂപ്പുകളിലും വന്ന് നമ്മൾ ഇതിനകത്ത് ഇടുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിന്റെ ഒരു കോപ്പി എടുത്ത് ഈ ടെലഗ്രാമിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. ടെലഗ്രാം ഓപ്പണായി പറഞ്ഞോളൂ, വരുമ്പോൾ കാണിച്ചു തരാം. ഇതെല്ലാം പുതിയ മാത്രമേ ഉള്ളൂ, പഴയതൊന്നുമില്ല. ഇത് തുടങ്ങിയത് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പഴയതൊക്കെ അത് വരത്തില്ലേ. ഇത് പഴയ ഒരു സാധനം കാണത്തില്ല, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള. അപ്പൊ അതൊന്നും നമുക്ക് എടുക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ മാസത്തെ നമുക്കിപ്പോ ജൂൺ മാസമല്ലേ ആവശ്യമില്ല എങ്കിൽ ജൂൺ മുതലുള്ള പിടിച്ച ജൂൺ ജൂലൈ ആ പീരീഡിലുള്ള നോക്കിയാൽ കുറച്ച് ബാക്കിലോട്ട് പോകണം, 2025 പോകണം. എവിടെയും ടെലഗ്രാം ടെലഗ്രാം ഓപ്പൺ ചെയ്തു. ടെലഗ്രാം ഓപ്പൺ ചെയ്തു. ഈ 5, 6, 7, 8 അങ്ങൊന്നും നോക്കണ്ട, അതിനകത്തൊന്നും കാണാൻ സാധ്യത. കാരണം മെറ്റീരിയൽസ് ഒന്നും വരാറില്ല 5, 6, 7, 8 ഒക്കെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കാണാറില്ല. 4 വരെ ഓക്കെയാണ്. ഞാൻ ഈ 4-ാം ക്ലാസ്സിന്റെ ഏറ്റവും പുറകിലോട്ട് പോകാം. ഇപ്പൊ ഫെബ്രുവരി ആയി.
എഴുതി. ഇങ്ങനെ ഒരുപാട് പഴയ റിസോഴ്സ് അത്യാവശ്യമുള്ളതൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഓഗസ്റ്റ് ആയില്ലേ? 4ാം ക്ലാസ്സിന്റെ EVS ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ EVS കിട്ടും. ഇത് EVS നോട്ടാണ്, ചാപ്റ്റർ 1ന്റെ നോട്ടാണ്. വിദ്യ വഴി അവരുടെ 4 മലയാളം കാത്തിരിപ്പ്, TM വിദ്യ വഴിയുടെ TM, ഇങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചെയ്തോണം. ടെലഗ്രാമിന്റെ ഓരോ ക്ലാസ്സുകളുടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് അത് അങ്ങനെ എടുക്കാം. നോട്ട്സ് ഒക്കെ അങ്ങനെ അത്യാവശ്യം വേണ്ട അത് എടുക്കാം. ഇനി നമ്മുടെ പെൻഡിങ് നീഡ് മോർ യൂസേജ് യു ഹാവ് റീച്ച്ഡ് ഫോർ നമ്മുടെ ഇത് സക്സസ് ആയില്ല, പക്ഷെ നമ്മൾ റിസൾട്ട് കണ്ടു. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച വർക്ക് ഉപയോഗിച്ച് ഇങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം കൊടുത്ത പ്രോംപ്റ്റ് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ആഡ് ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് ഒരു പ്രോംപ്റ്റ് ഇതിനകത്ത് കൊടുത്തു. അപ്പോൾ ഈ തന്നതിൽ നിന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റി കൊടുക്കാനുള്ള പ്രോംപ്റ്റ് ആയിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മൂന്ന് PDF ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ രാവിലെ ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് എനിക്കിന്ന് വൈകുന്നേരം പിന്നീട് ആഡ് ചെയ്യാൻ അവർ അലോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ പിന്നീട് എന്നോട് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തതിന്റെ ഓർഡറിലാണ് കൊടുത്തത്. എങ്ങനെയാണ് ഈ പ്രോംപ്റ്റ് കൊടുത്തത്? ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇപ്പൊ എന്നോട് ചോദിക്കാം, 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് കിട്ടിയത്. ഈ മെത്തേഡ് ChatGPT ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിച്ചു. വന്നു ഈ ഡൗൺലോഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ അത് വന്നു. ആ വന്നതാണ് ഈ കാണുന്ന ടീച്ചിങ് മാനുവൽ. നമ്മൾ ഈ കാണുന്ന ടീച്ചിങ് മാനുവൽ. ഇതിന്റെ ഒരു മോഡൽ കാണാൻ വേണ്ടി ഇതും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ ഡൗൺലോഡിൽ കാണും. ഡൗൺലോഡ്സിൽ ഇതാണോ? ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കട്ടെ. അതല്ലേ? ഈ ടീച്ചിങ് മാനുവലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണേ, അഭിപ്രായങ്ങൾ. ഇതെങ്ങനെയുണ്ടെന്നും. വാട്സപ്പിനല്ല, B2. ഇനി നമ്മുടെ ഡിസ്കഷനാണ്. സംശയങ്ങൾ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം ഉടനെ റെഡിയാക്കി ഇടാമേ. അതിലെന്തോ ഒരു എറർ വന്നതാ. കറക്റ്റ് ഓർഡറിൽ ആക്കിയിട്ടേ. ഇത് ക്ലോഡ് ക്രിയേറ്റ് ചെയ്ത് തന്ന ടീച്ചിങ് മാനുവൽ. ഇതും നിങ്ങൾ നോക്കുക. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പ്രോംപ്റ്റിനകത്ത് ഓവർവ്യൂ, ഓരോ സാധനങ്ങളും പർട്ടിക്കുലർലി നമ്മൾ എടുത്ത് പറയാം. ഓരോ സാധനം വേണം, എന്തൊക്കെ വേണം എന്ന് 1 by 1 ആയിട്ട് നമ്മൾ പറയണം. ഇതിന് മുമ്പുള്ള ഇതിലൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്.
നമുക്ക് സമയമുണ്ട്, ഞാൻ പെട്ടെന്ന് ഒരു മലയാളം കൂടെ അതിന്റെ കൂടെ ഒന്ന് ചെയ്തോട്ടെ. മലയാളം ഗൂഗിൾ എടുത്ത് നമുക്ക് ജെമിനിയെ ആശ്രയിക്കാം മലയാളം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മലയാളം ഇതിനിടെ പറയാൻ വിട്ടുപോയി. ജെമിനി എടുത്ത് ഓപ്പൺ ആക്കിയിട്ട് ജെമിനിയെ കൊണ്ട് നമുക്ക് മലയാളം കൂടെ ഒന്ന് ചെയ്യിക്കാം. മലയാളത്തിന് വേണ്ടിയിട്ട് ഇതാണ് മലയാളത്തിന്റെ നമ്മുടെ പ്രോംപ്റ്റ്. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. ക്ലാസ് റൂമിനകത്ത് യൂട്യൂബ് മെറ്റീരിയലിനകത്ത് മലയാളം പ്രോംപ്റ്റ് കിടപ്പുണ്ട്. അതിനെ നീങ്ങി എടുത്തു. അധ്യാപക കുറിപ്പ് കോപ്പി. ജെമിനിയാണ് മലയാളം ചെയ്യാൻ സൂപ്പർ. ഓക്കെ, അപ്പോൾ അതവിടെ കൊടുത്തു, പ്ലസ് കൊടുത്തു, അപ്ലോഡ് കൊടുത്തു. മലയാളത്തിന് വേണ്ടി എടുത്തു വെച്ച യൂണിറ്റ് ഏതായിരുന്നു? സ്റ്റാൻഡേർഡ് 4, 4ാം ക്ലാസ്സിലെ മലയാളമാണ് എടുത്തു വെച്ചത്. അത് യൂണിറ്റ് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതാണ് ടി എമ്മും ഹാൻഡ് ബുക്കും കൂടെ ചേർത്ത് ഞാൻ ജെമിനിക്ക് കൊടുക്കാൻ. മതിയാവും, ഇത് രണ്ടും മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരെണ്ണം അപ്ലോഡായി, ഇനി ബാക്കി ഇതിനകത്ത് നമുക്ക് മറ്റേ ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഇനിയെല്ലാം നമ്മൾ ചോദ്യ രൂപേണയുള്ള പരിപാടികളാണ്. ജെമിനി ജെമിനിയുടെ പോയി. Yes. ഇതിനകത്ത് എന്താ പറയണത് അതൊന്ന് വായിച്ചു നോക്കാമല്ലോ. ക്രിയേറ്റ് എ കംപ്ലീറ്റ് മലയാളം ടീച്ചിങ് മാനുവൽ ഫോർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ അപ്ലോഡഡ് ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, സാമ്പിൾ ടീച്ചിങ് മാനുവൽ, കെയർഫുള്ളി അനലൈസ് ദ സ്ട്രക്ചർ, സ്റ്റൈൽ, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളായിട്ട് പറഞ്ഞ് ടീച്ചിങ് മാനുവൽ ഷുഡ് ഫുള്ളി മലയാളം. ഓക്കെ, ആമുഖം വേണം, പഠന ലക്ഷ്യങ്ങൾ വേണം, മുൻ പരിചയ പരിശോധന വേണം, ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന് മുന്നോടിയുള്ള ചോദ്യങ്ങൾ. ചിറക് വിരിച്ച് എന്ന യൂണിറ്റിലെ മുഖ്യ പ്രമേയം എന്താണ്? അതിന് സങ്കല്പ യാത്രകളും യാഥാർത്ഥ്യ കുറെ ക്വസ്റ്റ്യൻസ് വന്നു, 10 ക്വസ്റ്റ്യൻസ് വന്നു. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നു, നേരത്തെ ചെയ്ത പോലെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി ആയി. കൺട്രോൾ C കൊടുത്ത് സെലക്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓരോന്നിനും നമ്മൾ ആൻസർ ഓരോന്നോരോന്നായിട്ട് കൊടുക്കും. മലയാളമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് എടുക്കുക, അതിനകത്ത് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോ കൊടുത്തു എന്ന് സങ്കല്പിച്ച് അങ്ങ് പ്രോസസ് ചെയ്യണേ. നന്ദി. നിങ്ങൾ ഈ 10 രൂപ Teach me full teaching manual based on attached PDF. ഈ 18 മുതൽ 20 പീരീഡ് വരെയുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യാനുള്ള മേഖലകളിൽ ആമുഖം ഓവർവ്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ കണ്ടന്റ് വേണമെന്ന് പറഞ്ഞ് സ്പെസിഫൈ താഴെ പ്രോംപ്റ്റ് കൊടുക്കണം. അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണം. ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അത് വെച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോംപ്റ്റുകൾ കൊടുത്ത് 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 പോകണം.
മലയാളം ടൈപ്പ് ചെയ്യാൻ എളുപ്പമുള്ളവർക്ക് എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ മംഗ്ലീഷ് കീബോർഡിൽ പോയി അവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനകത്ത് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടേ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നില്ലേ, ഇത്രയും കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡോക്കിലോട്ട് വിടാം. എക്സ്പോർട്ട് ടു ഡോക്സ്. നമ്മളെ ഗൂഗിൾ ഡോക്ക് പഠിച്ചല്ലോ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലെ. ആ ഗൂഗിൾ ഡോക്കിലോട്ട് നേരിട്ട് ഇതിപ്പോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റിംഗ് ഡോക്യുമെന്റ്. അത് കഴിഞ്ഞു. ഈ ഓപ്പൺ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് പുതിയ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തതിന് പകരം നമുക്ക് ഒരു നല്ല ഒരു ഇവിടെ ഫയലിലാക്കിയിട്ട് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ചെയ്ത് എടുക്കാം. ഇനി പറയൂ, എന്തൊക്കെയാണ് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ചിന്തകളൊക്കെ ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ടീച്ചേഴ്സ്